ഹായ് ഫ്രണ്ട്സ്, ഇവർ വഹിദ്രായൽ സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ സൗഭാഗ്യവ്രത മുത്തശ്ശി ഭൂമിയെ കല്യാണത്തിന് ക്ഷണിക്കാട്ടോ. ഭൂമി ആദ്യം ഒന്ന് ഞെട്ടിപ്പോകും. മോളെ എല്ലാ തിരക്കും മാറ്റിവെച്ച് കല്യാണത്തിന് വരണം, നല്ല സുന്ദരി കുട്ടിയായിട്ട്. മുത്തശ്ശിക്ക് അങ്ങോട്ട് വന്ന് വിളിക്കണമെന്നുണ്ട്, പക്ഷെ കാലിന് വയ്യ. ഇവിടെ നിന്നുള്ള ഫോൺ കോളേ ഉള്ളൂ. നാളെ മാധവനും സംഗീതയും കൂടെ മോൾ അവിടെ വന്ന് ക്ഷണിക്കും. മോള് വരണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭൂമി അറിയും, അല്ല മുത്തശ്ശി, എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി അറിയും, ഒന്നും പറയണ്ട, നല്ല കുളിച്ചൊരുങ്ങി സുന്ദരി കുട്ടിയായിട്ടേ മോൾ ഇങ്ങോട്ട് വരണം. അത് മുത്തശ്ശിക്ക് നിർബന്ധ. എന്താ വരില്ലേ? ഇങ്ങനെ പറയുമ്പോൾ ഭൂമി അറിയും, വരാം, എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാണ്. മുത്തശ്ശി സംഗീതയോട് പറയും, ഭൂമി വരും, എങ്കിലും നിങ്ങൾ അവിടെ പോയി വിളിക്കണം ഭൂമിയെ. ആരും ഇല്ലാത്ത കുട്ടിയല്ലേ, നമ്മളൊക്കെ തന്നെ അല്ലേ ഉള്ളൂ. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമി കോഫി ഹൗസിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് അജയ് വരാൻ കേട്ടോ. ഭൂമി ഇങ്ങനെ നോക്കും. അജയ് നേരെ ഭൂമിയുടെ അടുത്ത് വരും. ഭൂമിക്കും, അല്ല ഇതെന്താ സിവിൽ ഡ്രസ്സിലെ യൂണിഫോം ഇല്ലേ? അജയ് പറയും, ഞാനും ലീവാ. ഭൂമിക്കും, എന്താ ലീവ് എടുത്തത്? അജയ് പറയും, ചുമ്മാ ആൽഫ്രഡ് വന്ന് ഭൂമിയുടെ അടുത്ത് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നല്ലോ, ഞാൻ പറഞ്ഞു വിട്ടതാണ് അവനെ. ഭൂമി അറിയും, അറിയാം. ലക്ഷ്മി ചേച്ചി ഭൂമിയെയും അജയനെയും മാറി മാറി നോക്കണ്ടേ. അജയ് പറയും, ഞാൻ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു, അത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നി. സോറി ഭൂമി. ഭൂമി അറിയും, സോറി ഒന്നും പറയണ്ട സാർ, എനിക്ക് ഭൂമിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, തികച്ചും പേഴ്സണലാണ്. കുറെ നാളായിട്ട് ഞാൻ അങ്ങനെ ആരോടൊന്നും ഷെയർ ചെയ്യാറില്ല. ഇത് പക്ഷേ ഭൂമിയോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു സൗഹൃദത്തിന്റെ പേരില് ഞാൻ പറയുന്നത് കേൾക്കാൻ ഭൂമി തയ്യാറാവോ? അന്ന് പറഞ്ഞിരുന്നു, എന്ത് കാര്യമാണെങ്കിലും ഭൂമിയോട് പറയാം, ഭൂമി കേൾക്കുമെന്ന്. ഭൂമി അറിയും, ആ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല. എന്താ സാറിന് പറയാനുള്ളത്? സാറ് പറഞ്ഞു, ഞാൻ കേൾക്കാം. അജയ് പറയും, എങ്കിൽ ഭൂമി എന്നോടൊപ്പം വാ. ഭൂമിക്കും, ഇവിടുന്ന് പറഞ്ഞാ പോരെ? അപ്പൊ അജയ് പറയും, ഞാൻ പറഞ്ഞല്ലോ, തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, ഇവിടെ ഇപ്പൊ ശരിയാവില്ല, താനിപ്പോ എൻ്റെ കൂടെ വാ. ആലോചിച്ചിട്ട് ഭൂമി പറയും, വരാം. ഇത് കേൾക്കുന്ന ലക്ഷ്മി ചേച്ചി പറയും, ഭൂമി നീ പോയാൽ ശരിയാവില്ല, കുറച്ചു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാകും, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല. പറയാനുള്ളത് ഫോണിൽ വിളിച്ച് പറയാൻ പറ. അജയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭൂമി പറയും, ഞാൻ പെട്ടെന്ന് വരാം ചേച്ചി. സാറ് വരൂ എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അജയുടെ കൂടെ ബുള്ളറ്റിൽ കയറി പോകും. ലക്ഷ്മി ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അജയ് ഒരു അരുവിയുടെ തീരത്തേക്ക് കേട്ടോ ഭൂമിയെ കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഭൂമി പറയും, ദാ ചുറ്റിൽ ആരുമില്ല, മുഴുവൻ നിശബ്ദത. ഞാൻ എന്റെ കഥകൾ സാറിനായി തുറന്നു വെച്ചിരിക്കുകയാണ്, പറ. അജയ് പറയും, ആദ്യം ഒരു കവിത, പിന്നീട് പറയാം. നീ എന്റെ കൈ പിടിച്ച ദിവസത്തേക്കാൾ ഓർത്തത് കൈവിടാതെ നീ പിടിച്ച ആ നോട്ടത്തെയാണ്. ചില കാര്യങ്ങൾ ഒരുമിച്ച് അവസാനിക്കില്ല. ചില മനുഷ്യർ നമ്മളോടൊപ്പം ജീവിക്കുകയുമില്ല. എന്നാൽ അവരറിയാതെ ഒരു ദിവസം പോലും നമ്മുടെ ഹൃദയം ജീവിക്കുകയുമില്ല. നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, താൻ എഴുതുന്ന കവിതകളിൽ വായിക്കാതെ ബാക്കിയാവുന്ന അവസാന വരി നീയായിരിക്കും. പറഞ്ഞു മുഴുവിക്കുമ്പോഴേക്കും അജയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭൂമിക്കും, സാറ് കരയാണോ? അജയ് പറയും, അവൾ എഴുതിയ കവിതയാണ്, അവൾ അവസാനമായി എഴുതി വായിപ്പിച്ച കവിത. ആ അവസാന വരി ഞാനാണെന്ന് എനിക്കത് മനസ്സിലായില്ല ഭൂമി. ഭൂമിക്കും, ആരാ? സാറിന്റെ കണ്ണ് നിറയിച്ച ആ കവിയത്രി. അജയ് പറയും, അവളുടെ പേര് നയനാന്നാ. എന്റെ നയന. വാക്കുകൾ കൊണ്ട് മനസ്സിനെ തൊടാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവള്. അവളൊരു മഴയെക്കുറിച്ച് എഴുതിയാൽ അതൊരു മഴയായിരുന്നില്ല, കാത്തിരിപ്പിനെ കുറിച്ച് എഴുതിയ വെറും കാത്തിരിപ്പായിരുന്നില്ല. എല്ലാ കവിതയിലും ജീവിതം കുത്തി നിറച്ച അവൾ എഴുതിയത്. എന്റെ എല്ലാമായിരുന്നു അവള്, എന്റെ പ്രണയിനി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിയുടെ മനസ്സിൽ സന്തോഷമായിട്ടുള്ളത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും പ്രണയിച്ച എന്റെ നയന. ഭൂമിക്കും, ഇപ്പോ അവൾ എവിടെയുണ്ട്? അജയ് പറയും, എനിക്കറിയില്ല. 2 വർഷം മുമ്പ് പെട്ടെന്ന് അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോയി. ഇവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ അന്വേഷിച്ചു, ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭൂമിക്കും, എന്നിട്ടും സാറ് കാത്തിരിക്കണോ? അജയ് പറയും, അതെ, ചില കാത്തിരിപ്പിന് സമയപരിധി ഇല്ല ഭൂമി. അവള് തിരികെ വരുമെന്ന് എനിക്കറിയില്ല ഭൂമി, പക്ഷേ ഞാൻ കാത്തിരിക്കണേ, തിരികെ വരുമെന്നുള്ള വിശ്വാസത്തില്. ഭൂമി അറിയും, ആ പെൺകുട്ടി എത്ര ഭാഗ്യവതിയാ. അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ് സാറിന്റെ ഈ പ്രണയം. അങ്ങനെ അവര് നടന്നുകൊണ്ട് സംസാരിക്കുക. അജയ് പറയും, എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല, എന്റെ മനസ്സിലെ അവള് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം, എന്നിട്ടും അവർ അഞ്ജനയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. അവൾ എന്റെ കസിനാണ്, എനിക്ക് അവളെ ഇഷ്ടമല്ല, നമ്മൾ തമ്മിൽ ഒന്നാവില്ലെന്നേ, ഒരുമിച്ചൊരു ജീവിതം ഉണ്ടെന്ന് സ്വപ്നം കാണരുത് എന്നൊക്കെ ഞാൻ പലവട്ടം അവളോട് പറഞ്ഞതാ, എന്നിട്ടും അവള് കേട്ടില്ല. എന്നിട്ടും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ മുത്തശ്ശിയെ വേദനിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഞാനിപ്പോ എല്ലാത്തിനും വഴങ്ങിക്കൊടുത്തത്. മനസ്സില്ലാ മനസ്സോടെ വിവാഹ നിശ്ചയത്തിന് നിന്നു കൊടുത്തത്. അജയ്ക്കും അപ്പൊ എന്നോട് വിവാഹ നാടകം കളിക്കാൻ പറഞ്ഞത് എന്തിനാ? ഭാര്യയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞത് എന്തിനാ? അജയ് പറയും, ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നറിഞ്ഞ അഞ്ജന ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. വീട്ടിലാരും എന്നെ നിർബന്ധിക്കില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ തന്നോട് സഹായം ചോദിച്ചത്.
അല്ലാതെ തന്നെ ബുദ്ധിമുട്ടിക്കാനോ തന്റെ ജീവിതം വെച്ച് കളിക്കാനോ അല്ല. ഭൂമി ഇങ്ങനെ കാര്യമായിട്ട് ആലോചിക്കാട്ടോ. അജയ് പറയും, എന്തായാലും എനിക്ക് നയനയെ മറക്കാൻ കഴിയില്ല. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വിവാഹം കഴിച്ച് എന്റെയും അവളുടെയും ജീവിതം നശിപ്പിക്കാനും കഴിയില്ല. വിവാഹ നാടകം ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഭൂമിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പകരം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അമ്മയെ പുറത്തിറക്കാൻ വേണ്ടി എന്റെ യൂണിഫോമിന്റെ സഹായത്തോടെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. കേസ് നടത്താനുള്ള സകല ചെലവ് ഞാൻ വഹിച്ചോളാം. ഭൂമി വല്ലാത്ത അവസ്ഥയല്ല നിൽക്കുന്നത്. അജയ് പറയും, തെറ്റിദ്ധരിക്കരുത്. ഭൂമി ആവശ്യപ്പെട്ടാൽ മാത്രം പൈസ തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇങ്ങനൊരു നാടകം കളിക്കുന്നതിനുള്ള പ്രതിഫലമല്ല. ഭൂമി ദീർഘശ്വാസം വിടും. അജയ് വീണ്ടും പറയും, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ് ഭൂമി. എന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരാളെ ഈ ഭൂമിയിലില്ല. ഭൂമി മാത്രമേ ഉള്ളൂ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്. എന്റെ ഒരു സുഹൃത്തെന്ന നിലയിലാ ഞാൻ ഇങ്ങനൊരു സഹായം ചോദിച്ചത്. ഭൂമിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. തീരുമാനം എടുക്കേണ്ടത് ഭൂമിയാണ്. സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം എന്ന് എനിക്കുണ്ട്. അതിനുവേണ്ടി വിവാഹ നാടകം കളിക്കണം. വിവാഹം, ഭാര്യയുടെ വേഷം കെട്ടിയുള്ള അഭിനയം എന്നൊക്കെ പറയുമ്പോ എനിക്കെന്തോ പേടിയാവുന്നു പറയാൻ തുടങ്ങും. അജയ് പറയും, താൻ ടെൻഷൻ ആവണ്ട, എനിക്ക് അധികം സമയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യമാകുമ്പോ താൻ നന്നായിട്ടൊന്ന് ആലോചിക്കേ. പെട്ടെന്ന് ഭൂമിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്ത് ഒരാൾ സഹായം ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടി പറയാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കാട്ടോ ഭൂമി. അങ്ങനെ അത്രയും പറഞ്ഞ് അജയ് അവിടെ നിന്ന് എണീറ്റ് പോകും. അങ്ങനെ ഭൂമി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പുതിയൊരു കഥാപാത്രത്തെയാണ് കേട്ടോ. അജയുടെയും അഞ്ജനയുടെയും വെഡ്ഡിങ് ലെറ്റർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അഞ്ജന കോൾ ചെയ്യണേ, നീ ഞങ്ങളുടെ വെഡ്ഡിങ് ലെറ്റർ കണ്ടോ? ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ പരിപാടികളുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് താലികെട്ട് ചടങ്ങ് മാത്രമല്ല വിവാഹം, വേറെയും പരിപാടികളുണ്ട്. അതുകൊണ്ട് തലേന്ന് തന്നെ നീ എത്തണം, നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ അഞ്ജന ഒരു ഫ്രണ്ടിനെ വിളിക്കും. അതിനുശേഷം ഇതുപോലെ തന്നെ അടുത്ത സുഹൃത്തിനെ, മറ്റൊരു ഫ്രണ്ടിനെ വിളിക്കാം. അങ്ങനെ അഞ്ജനയുടെ ഓരോരോ ഫ്രണ്ട്സിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമി അമ്മയെ കാണാനായി സബ് ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും ഉണ്ട് കേട്ടോ കയ്യില്. അങ്ങനെ അത് കൊടുക്കാന്ന് പറഞ്ഞ് പോലീസ് അത് വാങ്ങിച്ചു വെക്കും. അങ്ങനെ ഭൂമി അമ്മയെ കാണാനായിട്ട് നിൽക്കുക. അങ്ങനെ കുറച്ച് സമയം കാത്തു നിൽക്കുമ്പോഴാണ് അംബിക അങ്ങോട്ട് വരുന്നത്. ഭൂമിയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് കേട്ടോ. അംബിക അറിയും, പിന്നെയും വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ. ഭൂമി അറിയും, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ്. അമ്മയുടെ മുഖത്തും ക്ഷീണമുണ്ടല്ലോ. അംബിക പറയും, അമ്മയ്ക്ക് എന്ത് ക്ഷീണം? അമ്മയ്ക്ക് ഇവിടെ നല്ല ഭക്ഷണമുണ്ട്, പ്രാർത്ഥിക്കാനുള്ള ഇടമുണ്ട്, പിന്നെ വലിയ ജോലിയൊന്നുമില്ല, അതിന്റെ ക്ഷീണാണ്. അപ്പൊ ഭൂമി അറിയും, അമ്മ ജീവിതത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ. അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാനേ കഴിയൂ. അംബിക പറയും, ശരിയാ എന്റെ മോളെ, ഇനി വേദനിച്ചൂടാ. ഇവിടെ ഇപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മയ്ക്ക് എല്ലാം ശീലമായി. ഭൂമി അറിയും, കുറ്റപത്രം വേഗം കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു കേട്ടോ. അംബിക പറയും, കുറ്റപത്രം? എന്റെ അച്ചുവേട്ടനെ ഞാൻ കൊന്നു എന്നുള്ള കുറ്റം? അംബിക കരയാൻ തുടങ്ങും. ഭൂമിക്ക് നല്ല വിഷമാവുന്നുണ്ട്. എന്നാലും അത് മാറ്റിയിട്ട് പറയും, അമ്മേ എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടും. ഞാൻ വലിയൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്, കുറച്ചധികം പൈസയാണ് ചോദിക്കുന്നത്. കേസിന്റെ സ്വഭാവം അങ്ങനെയാണ്. ശങ്കരനാരായണൻ സാറ് പറഞ്ഞത് അങ്ങനെയാണ്. എത്രയായാലും ഞാനത് ഉണ്ടാക്കും. അമ്മ അതൊന്നും അറിയണ്ട. അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ ജീവിതം? അംബിക പറയും, അമ്മയെ രക്ഷിക്കാൻ നിന്റെ സമ്പാദ്യം ഒന്നും വേണ്ട, ഞാൻ മരിച്ചോട്ടെ. എനിക്ക് എൻ്റെ അച്ചുവേട്ടൻ്റെ അടുത്ത് എത്താലോ. നീ എത്രയും പെട്ടെന്ന് നിന്റെ അമ്മേനെയും അച്ഛനെയും കണ്ടെത്താൻ നോക്ക്. ഭൂമി പെട്ടെന്നൊന്ന് ഷോക്കാവും. അച്ഛനും അമ്മയോ? അമ്മ എൻ്റെ അടുത്തുണ്ട്, പിന്നെ അച്ഛൻ കണ്ടെത്താൻ കഴിയുന്ന ദൂരത്തും അല്ല. എങ്കിലും ഞാൻ കാണുന്നുണ്ട്. അംബിക കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങാണേ, കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ മറ്റാരും അറിയാത്തൊരു രഹസ്യമുണ്ടെന്ന്? അത് മോളും അച്ഛനുമായിട്ടുള്ള ബന്ധമാണ്. മോളും നമ്മുടെ കാറുമായിട്ടുള്ള ബന്ധമാണത്. ഭൂമിക്കും എന്താണത്? അംബികയ്ക്ക് അത് പറയാൻ പറ്റുന്നില്ല. അത് ഭൂമി അറിയും. പറഞ്ഞു അമ്മേ, നെഞ്ചില് കല്ലായിട്ട് കൊണ്ടു നടന്ന സത്യങ്ങളാ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് എന്നിങ്ങനെ കത്തിയോണ്ട് കുത്തിയിറക്കുന്ന വേദനയില് അംബിക പറയും, നീ എൻ്റെ അച്ചുവേട്ടൻ്റെയും മകളല്ല എന്ന് പറഞ്ഞ് അംബിക അങ്ങ് പൊട്ടിക്കരയും. ഭൂമിയാണെങ്കിൽ ഇത് കേട്ട് ഞെട്ടി തരിച്ചു നിൽക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്